അപ്പോൾ ബാഴ്സയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ റയലിനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ കിരീടപ്പോരിന്റെ അവസാനം കുറിച്ചിരിക്കുകയാണ് ബാഴ്സലോണ. ഇപ്പോൾ കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബാഴ്സ വിജയിച്ച് കയറിയിരിക്കുന്നത്. ഫസ്റ്റ് ഗോൾ നോക്കുകയാണെങ്കിൽ റാഷ്ഫോർഡിന്റെ ഒരു കിടിലൻ ഫ്രീ കിക്കിൽ നിന്നാണ് ഫസ്റ്റ് ഗോൾ വരുന്നത്. സെക്കൻഡ് ഗോളിലേക്ക് നോക്കുമ്പോൾ ഓൾമോയുടെ ഒരു കിടിലൻ ബാക്ക് ഹീൽ അസിസ്റ്റിൽ നിന്നാണ് ഫറാൻ നല്ലൊരു ഗോൾ അടിക്കുക. അപ്പോൾ ഈ കളിയിലേക്ക് വരുമ്പോൾ കുറെ ഇൻസിഡന്റുകൾ ഉണ്ടായിരുന്നൊരു കളിയാണ്. കളിയിലേക്ക് വരുമ്പോൾ ഫ്ലിക്ക് തന്റെ ഫാദർ മരിച്ച് ആ ഒരു സിറ്റുവേഷനൊക്കെയാണ് ഫ്ലിക്ക് ഈ കളിയിലേക്ക് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഏത് സിറ്റുവേഷനിലും ടീമിൽ ജയിച്ച് കയറാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പം ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം 29ാമത്തെ ലാലിഗ കിരീടമാണ് ബാഴ്സലോണ ഉയർത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ കളിയിൽ റാഫിഞ്ഞൊക്കെ പരിക്ക് മാറി തിരിച്ചെത്തിയൊരു കളിയാണ്. എമാരില്ലാതെയാണ് റയൽ ഈ കളിയിലേക്ക് ബാഴ്സ ഈ കളിയിലേക്ക് റയലിനെ സമീപിച്ചെങ്കിലും വിജയിക്കാനും ബാഴ്സലോണക്ക് കഴിഞ്ഞു.